ആ രമേ, ഇതെവിടെ പോയതാടി? ഞാനേ ആ വടക്കേലെ പ്രഭയുടെ മരുമോളെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു പോയതാ. കല്യാണത്തിന് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ടതല്ലേ, നേരിട്ടൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഒന്ന് കാണാ ഒന്ന് പരിചയപ്പെടാന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് പരിചയപ്പെട്ടോ? പെണ്ണിനെ പരിചയപ്പെട്ടോ? എങ്ങനെ വർത്താനമൊക്കെ പറയുന്നതാണോ? അയ്യോ, ചില പെൺപിള്ളാരെന്ന് പറഞ്ഞാല് വായിൽ എന്റെ ദൈവമേ, എന്തെങ്കിലും നമ്മൾ തോണ്ടിയാൽ പോലും വർത്താനം പറയാത്ത പെൺപിള്ളാരുണ്ട്. ചിലതാണെങ്കിൽ ഭയങ്കര വായാടികളുമായിരിക്കും. എന്റെ ദൈവമേ, നമ്മുടെ ആ വിജയൻ ചേട്ടന്റെ മരുമോള്, അയ്യോ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ കണ്ടാ വിടിയല്ല, വിളിച്ചു നിർത്തി വർത്താനം പറയുന്ന ഒരു കൊച്ച. അയ്യോ, അതുപോലെ തന്നെ നമ്മുടെ കാർത്തിയേച്ചിയുടെ മരുമോള്, അയ്യോ അതിന്റെ കാര്യം, അത് മിണ്ടുവോ? മനുഷ്യനോട് മിണ്ടുവോ അത്? അതാ ചോദിച്ചേ. കണ്ടു. എനിക്ക് തോന്നുന്നേ 5-6 പാവാടയൊക്കെ ഉടുത്തിട്ട് അതിന്റെ മുകളിലെ സാരിയൊക്കെ ഉടുത്തേന്ന്. ഇടിയ ഇത്രയുള്ളടി വിരല് പോലെ ഒരു പെണ്ണ്, മെലിഞ്ഞ് എന്തൊരു കോലം ആ പെണ്ണ്. എന്റെ ദൈവമേ, എനിക്കതിനെ കണ്ടിട്ടാണ്. അതവിടെ ഒരു ചുരിദാർ വിട്ട് വന്ന് നിന്നിട്ട് ആ ചുരിദാറിന്റെ ദേ ഇറങ്ങി ഇറങ്ങി പോകുന്നു. കഴുത്തൊക്കെ കാണണം, എല്ലൊക്കെ പൊന്തി ഇരിക്കുന്ന കണ്ടാണ്ടല്ലോ ഞാൻ എന്റെ കൈ അറിയാണ്ട് താടിക്ക് ഇങ്ങനെ വെച്ചുപോയി. അങ്ങനത്തെ ഒരു കോലം. ഈ പെണ്ണിനെ കൊണ്ടാണ് മകനെ കെട്ടിച്ച് ഈ പ്രഭ. എന്റെ ദൈവമേ, എനിക്ക് ആ പെണ്ണിനെ കണ്ടിട്ടാ. എനിക്കിത് നേരത്തെ തോന്നിയതാ, പിന്നെ ആരും പറയാത്തോണ്ടാണ്. ഞാൻ ആരോടും ഒന്നും പറയാൻ പോയില്ല. ഈ പ്രഭയുടെ സ്വഭാവം അറിയാലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ കഴുത്ത് അവള് തിന്നും, തോളെ കയറി ഇരുന്നിട്ട്. അതുമാതിരി സ്വഭാവമല്ലേ പ്രഭയുടെ. ഞാനതുകൊണ്ട് ഒരു അക്ഷരം ആരോടും പറയാൻ പോയില്ല. എനിക്ക് തോന്നിയതാ, ദേഹത്ത് ഒട്ടും ഇറച്ചിയില്ലാത്തൊരു പെണ്ണ്, എല്ല് മാത്രമേ ഉള്ളൂ. ഞാനും കണ്ടായിരുന്നു. എന്തായാലും ഈ പ്രഭയുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. കല്യാണത്തിന് ഞാൻ കണ്ടായിരുന്നു, മുഖമൊക്കെ ഒരു വലിയ ചിരിയോ ആരോടും ഒന്നും അത്ര വലിയ ചിരിച്ചൊരു സന്തോഷമോ ഒരു വർത്താനോ ഒന്നുമില്ല. ഈ പ്രഭയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല മാന്റെ കല്യാണം നടത്തിയത്. ഇവൻ ഈ പെണ്ണ് തന്നെ മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ചു കാണും. എന്നാൽ ഇത് എന്ത് കണ്ടിട്ടാന്നോ ഞാൻ വിചാരിക്കുന്നത്. എന്റെ ദൈവമേ, ഓരോ ഉണക്ക. എന്തായിരുന്നു അവളുടെ അഹങ്കാരം? ചില്ലറ അഹങ്കാരം വല്ലതുമാണോ? അയ്യോ, എവിടെ എന്തൊരു പിന്നെ സംഘം എന്ത് വെച്ചാലും ഇവളും അവിടെ ഒച്ചപ്പാടുണ്ടാക്കും. ഒരു കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഈ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടേ പോകുള്ളൂ. അതുപോലെ ഗ്രാമസഭ നടത്തിയാലോ അവിടെ ഒച്ചപ്പാടുണ്ടാക്കും. എല്ലാ സ്ഥലത്തും ഈ ഒച്ചപ്പാടല്ലേ. അതുകൊണ്ട് ഇതിനെ ആർക്കും ഇഷ്ടമൊന്നുമില്ല. അത്ര അഹങ്കാരവും വായ്നാക്കും സാമർത്ഥ്യവും അല്ലേ. നന്നായി, അങ്ങനെ തന്നെ വേണം. എന്താ രണ്ടുപേരും കൂടി ആരെക്കുറിച്ചാ പരദൂഷണം പറയുന്നേ? മോളെ, ഞാനേ നമ്മുടെ പ്രഭയുടെ മരുമോളെ കണ്ടിട്ട് കാര്യം പറയുമായിരുന്നു നിന്റെ അമ്മയോട്. അയ്യോ, എന്തോരം മെലിഞ്ഞ പെണ്ണാടി, നീ കാണണം, ഒന്ന് പോയിട്ട് കാണുന്നു പരിചയപ്പെട്. നിങ്ങളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരല്ലേ, ഒന്ന് പോയി പരിചയപ്പെട്. കല്യാണത്തിന് കണ്ട പോലെയൊന്നും അല്ല, ഒന്ന് കണ്ടു നോക്ക്. എന്നാ ഒരു കോലം, മേലിഞ്ഞിരിക്കുന്ന കാണണം. എന്റെ പൊന്നു ചേച്ചി, ഒരാൾ മെലിഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും കണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ ബോറായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അമ്മയും കൊള്ളാലോ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാളിങ്ങനെ ബോഡി ഷെയിം ചെയ്തതെന്ന് ഞാൻ അമ്മയോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കും അല്ലെങ്കിലും ഉള്ള സൂക്കേട് തന്നെയാ. ചേച്ചിയുടെ മോള് മെലിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് അവളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ചേച്ചി കേട്ടിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തുമാത്രം വിഷമാവും. നല്ലോണം മെലിഞ്ഞിട്ട് തന്നെ ചേച്ചിയുടെ മോൾ ഇരിക്കുന്നത്, ദീപ്തി. അതിന് ഞാൻ എന്തൊക്കെ തടി വെക്കാൻ മേടിച്ചു കൊടുക്കുന്നു, അതൊന്നും തടിയൊന്നും വെക്കുന്നില്ല. മെലിഞ്ഞേ ഇരിക്കുള്ളൂ. എന്നാ ചെയ്യാൻ വേണ്ടിട്ടാ. അതൊന്നും തടി വെച്ച് കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ചേച്ചിക്ക് നല്ല ബോധ്യമുണ്ട് മകള് മെലിഞ്ഞാ ഇരിക്കുന്നതല്ലേ. കോളേജിൽ നിന്നൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അവളെ കളിയാക്കുന്നതെന്നറിയാവോ? അവള് സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അന്നേരം അവളെ സാരമില്ലടി പോട്ടെ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. നിന്റെ കഴുത്തിൽ ഒരു കരം വെള്ളം കൊള്ളുമല്ലോ, മെലിഞ്ഞാണല്ലോ ഇരിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവളെ കളിയാക്കുന്നത്. അന്നേരം അവൾക്ക് നല്ല വിഷമമുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലടി വണ്ണം വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വരെയുണ്ട്. ഞാൻ പോട്ടെ എടി രമേ, പോവാണേ. ഡി, നീ എന്തിനാടി അങ്ങനെയൊക്കെ പറയാൻ പോയത് അവളോട്? തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ആരെങ്കിലും മൂത്തവര് വർത്താനം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് ഒരു കുണുകുണ വെച്ചുകൊണ്ട് വരരുതെന്ന്. നീ ഇത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നിന്നെ കുറിച്ച് എന്തെങ്കിലും പറയും. അന്നിപ്പോ ഭയങ്കര അഹങ്കാരമാ. കല്യാണം പോലും ആയിട്ടില്ല, ഞാൻ പറഞ്ഞേക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വലിയ വർത്താനം പറഞ്ഞുകൊണ്ട് വരരുതെന്ന്. പിന്നെ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ. എന്തൊക്കെ പറഞ്ഞിട്ടാ നിങ്ങൾ ഒരാളെ ഇങ്ങനെ അപമാനിക്കുന്നത്? അപ്പൊ സ്വന്തം മകളുടെ കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ചേച്ചിനെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി ആരെ കുറിച്ച് ഇങ്ങനെ പറയാൻ തോന്നരുതല്ലോ. അല്ല പിന്നെ. അല്ല നാത്തൂനെ, ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് മറന്നും പോയി. എന്താടി? അല്ല, നമ്മുടെ പ്രേമേച്ചിയുടെ മകളുടെ കല്യാണത്തിനെ നാത്തൂന്റെ മരുമോളെ കണ്ടില്ലല്ലോ, ദിവ്യമോളെ. അവനും ഉണ്ടായിരുന്നു, പിള്ളേര് രണ്ടുപേരും ഉണ്ടായിരുന്നു. അവളെന്നെ വരാതിരുന്നേ? ദൈവമേ, വല്ല സുഖമില്ലാഴിക എന്തേലും ഉണ്ടോ? ഞാനത് തിരക്കിനിടയ്ക്ക് ചോദിച്ചുമില്ല. അതൊന്നും പറയാതിരിക്കുക വേദം. ഇനിയിപ്പോ പറഞ്ഞിട്ടൊട്ട് ഒരു കാര്യമൊട്ടും ഇല്ലേ, അനുഭവിക്കാന്നല്ലാണ്ട് ഇപ്പൊ വേറെ എന്താ പറയാൻ വേണ്ടിട്ടാ? എന്താ കാര്യം എന്താ? നീ ഇപ്പൊ എത്ര നാളായി അവളെ ഒന്ന് കണ്ടിട്ട്, എന്റെ മരുമോളെ? നീ ഒന്ന് കാണണം, വണ്ണം വെച്ച് എന്തൊരു കോലമാണെന്നറിയാവോ. എന്റെ മകന്റെ ഇരട്ടിയുണ്ട്. അവൻ അവളെ ഇപ്പൊ കൂടെ കൊണ്ടു നടക്കാൻ ഭയങ്കര മടിയാന്നേ. ചെറുക്കന് ഭയങ്കര മനസ്സിന് വിഷമമുണ്ട്. ഈ പെണ്ണ് ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്ന ആരെങ്കിലും വിചാരിച്ചോ? അയ്യോ, അതുകൊണ്ട് അവനിപ്പോ ഒരു സ്ഥലത്ത് അവന്റെ കൂട്ടുകാരന്റെ കല്യാണമായിരുന്നു. അതിനൊന്നും അവൻ കൊണ്ടുപോയൊന്നുമില്ല, അവൻ ഒറ്റയ്ക്കാ പോയത്.
അവന് ഇപ്പൊ വന്ന് വന്ന് ഇപ്പൊ അവളോട് മിണ്ടാറ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ എന്നാ ചെയ്യാനാ. എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഷുഗർ നോക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ എനിക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കൂടി വരാൻ അമ്മയെന്ന് പറഞ്ഞതാ. ഞാനും പിന്നെ കൊണ്ടുപോയൊന്നുമില്ല. ഇങ്ങനെ പോകുമ്പോ പരിചയക്കാരെയൊക്കെ കാണുമ്പോ ഈ മരുമോളാന്ന് പറയണ്ടേ. നാണക്കേട്. തടി വെച്ച് വയറും ചാടി ഇടുപ്പൊക്കെ കാണണം. എന്തോ ഒരു വൃത്തികേടാന്നറിയാവോ. ഫു, ഇങ്ങനെയാവോ പെൺപിള്ളേർ? 28 വയസ്സല്ലേ ഉള്ളൂ. അല്ല നാത്തൂനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ പെണ്ണ് കാണാൻ പോയി ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ മകന് കെട്ടിച്ചു കൊടുത്തത്? അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് എന്തായിരുന്നു ഫോട്ടോ എടുക്കല്, സ്റ്റാറ്റസ് ഇടല്, എല്ലാവർക്കും അയച്ചു കൊടുക്കല്, ഗ്രൂപ്പിലിടല്, ഒന്നും പറയണ്ട. പെണ്ണ് നല്ല വടിവത്ത ശരീരമുള്ള നല്ല ഒന്നാം തരം പെണ്ണായിരുന്നല്ലോ. കല്യാണത്തിന് മുമ്പ് അവള് സുന്ദരിയായിരുന്നേ. കല്യാണത്തിന് മുമ്പ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. സുന്ദരി ആയതുകൊണ്ടാ പിന്നെ ഞാനൊക്കെ സമ്മതിച്ചത്. ആ, ഇപ്പൊ അവക്ക് പിള്ളേര് രണ്ടായല്ലോ. നിങ്ങളുടെ മകന്റെ 2 പിള്ളേരെ പ്രസവിച്ചപ്പോഴല്ലേ അവൾ ആ കോലമായത്. അവള് കുറച്ചും കൂടെ കഴിയട്ടെ. ഇപ്പൊ ആ പിള്ളേരുടെ പ്രസവം കഴിഞ്ഞ് ഇളയ കൊച്ചിന് 4 വയസ്സല്ലേ ആയുള്ളൂ. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവളുടെ ശരീരം ഒന്ന് ഒതുങ്ങുകയൊക്കെ ചെയ്യുമായിരിക്കും. എന്റെ പൊന്ന് നാത്തൂനെ, നാത്തൂൻ തന്നെ ഇത് പറയണം. നാത്തൂൻ എന്റെ ആങ്ങളയുടെ ഭാര്യയാണ്. ഞങ്ങളന്ന് നാത്തൂന് പെണ്ണ് കാണാൻ വരുമ്പോ നാത്തൂൻ നല്ല മെലിഞ്ഞ് നല്ല സുന്ദരിയായിരുന്നു. എന്നിട്ടോ 2 പ്രസവം കഴിഞ്ഞപ്പോ നാത്തൂൻ എങ്ങനെയായി? അന്നേരം എന്റെ ആങ്ങള പറഞ്ഞില്ലല്ലോ നാത്തൂനെ വേണ്ടെന്ന്. ഞങ്ങൾക്ക് കുറച്ചിലില്ലായിരുന്നല്ലോ. ഏഹ് ഇന്ന് വരെ എന്റെ അമ്മയോ പിന്നെ എന്റെ ആങ്ങളെയോ നാത്തൂനെ എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ പറയോ അപമാനിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇപ്പൊ മരുമോക്ക് കുറ്റം. അവൻ അങ്ങനെ എന്തെങ്കിലും കാണിച്ചതിന് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നാത്തൂനല്ലേ? അല്ലേ? ആണുങ്ങൾക്ക് 2 മക്കളുണ്ടായെന്ന് പറഞ്ഞ് അവർക്കൊരു കുഴപ്പമില്ല. അതുപോലെയാണോ പെണ്ണുങ്ങളുടെ കാര്യം? അതുപോലെയാണോ? ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ലടി. എന്റെ മകന്റെ ഈ വിഷമവും വെപ്രാളവും ഒക്കെ കണ്ടപ്പം ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു കൂട്ടി. പിന്നെ അതുപോലെ വണ്ണവും വെച്ചിട്ടുണ്ടായി. നീ പറഞ്ഞത് നേരാ. ഞാനും അതുപോലെ പ്രസവം കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചായിരുന്നു. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ ഭർത്താവ് എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. സാരമില്ല, ആർക്ക് നീ സുന്ദരി അല്ലെങ്കിലും എനിക്ക് നീ സുന്ദരിയാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ആയിപ്പോയത് എന്താന്ന് എനിക്ക് അറിയത്തില്ല. പാവം പെങ്കൊച്ച്. ഇതൊക്കെ ആരറിഞ്ഞു? ഞാൻ വരുന്നുണ്ട്, ഒരു ദിവസം അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ അവനെ കാണട്ടെ ഞാൻ. അയ്യോ, എനിക്കിത് കേട്ടിട്ടാ എന്റെ പൊന്നോ. ഓരോ കുടുംബത്തിലും ഒക്കെ ഞാൻ കഥയിലും ഓരോന്നൊക്കെ ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ. ഷോ, എന്റെ ആങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ. ഇല്ലടി, ഞാനിനി എന്റെ മരുമോളെ സങ്കടപ്പെടുത്തിയല്ല. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഒരുമാതിരി ശത്രുവിനോട് എന്ന പോലെ അവളോട് പെരുമാറുകയും ചെയ്തു. പാവം. അല്ല, മകനെ പെണ്ണ് കാണാൻ പോയിട്ട് എന്താ, ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എല്ലാരും കൂടി അല്ലേ പോയെ പെണ്ണിനെ കാണാൻ? ഞാനും ചേട്ടനും അവനും കൂടിയാ പോയത്. പിന്നെ അവന്റെ പെങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങള് പെണ്ണ് കാണാൻ പോയിട്ട് എനിക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല പെണ്ണിനെ. നിറം കുറവാണേ. പെണ്ണിന് നിറമില്ല. അവന് നല്ല വെളുപ്പ് കളറല്ലേ. അവന്റെ നിറം വെച്ച് നോക്കുമ്പോൾ പെണ്ണിന് നിറം അത്ര പോരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എടാ വേണ്ടടാന്ന് പറഞ്ഞു. അവന് പിന്നെ ഒരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, അമ്മേ നിറം ഇല്ലേലും കാണാനൊക്കെ ഭംഗിയുണ്ടല്ലോ, അത് മതി എന്നൊക്കെ അവൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അങ്ങോട്ട് തൃപ്തിയായില്ല. ചേട്ടനും പറഞ്ഞു, എടി ചെറുക്കന് 33 വയസ്സായില്ലേ, അത് മതിയെന്ന്. പക്ഷെ എനിക്കൊരു എന്തോ ഒരു മനസ്സും കൊണ്ടേ നമുക്കൊരു തൃപ്തിയില്ല. അതുകൊണ്ട് ഞാനും പറഞ്ഞു, എന്നെ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്നേ. എന്റെ പൊന്നടി, ഈ കറുപ്പിലും വെളുപ്പിലും ഇപ്പൊ എന്താ ഇരിക്കുന്നത്? കുറച്ച് നിറം കുറഞ്ഞെന്ന് വിചാരിച്ചത്. നിങ്ങൾ ആ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കുക. നല്ലൊരു പെങ്കൊച്ചാണോന്ന് ആദ്യം തിരക്ക്. കാരണവന്മാരെയൊക്കെ ബഹുമാനമുള്ള നല്ല കൊച്ചാണോന്ന് ആദ്യം അന്വേഷിക്കുക, കറുപ്പും വെളുപ്പും നോക്കാതെ. ആ ഗീതയുടെ മരുമോൾ എങ്ങനെ ഇരിക്കുന്നേ? നല്ല വെളുത്ത് നല്ല ചൊകചൊകാന്നും പറഞ്ഞാണല്ലോ ഇരിക്കുന്നത്. നല്ല ഉരുളക്കിഴങ്ങിന്റെ തൊലി പൊളിച്ച പോലെയായിരുന്നു അവൾ ഇരുന്നേച്ചത്. ആ പെങ്കൊച്ച്, അവരുടെ കാര്യം നിനക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പെങ്കൊച്ച് നല്ലതാണോ എന്ന് അന്വേഷിച്ചിട്ട് കല്യാണം നടത്താൻ നോക്ക്. ചെറുക്കന് അത്ര പ്രായമായില്ലേ? ഇത് എത്ര നാളായി പെണ്ണും കണ്ട് നടക്കുന്നു ഓരോ കുറ്റവും കുറവും പറഞ്ഞിട്ട്. നീ പറയുന്നതൊക്കെ നേര് തന്നെയാണേ. പക്ഷെ നമ്മളെ ഈ കറുത്ത പെൺപിള്ളാരെ കൊണ്ടൊക്കെ കെട്ടിച്ചാലേ ഉണ്ടാകുന്ന കൊച്ചേ അതുപോലെ ഇരുന്നാ പിന്നെ എന്ത് ചെയ്യും? എനിക്കിപ്പോ അത്യാവശ്യം നിറം കുറവല്ലേ. എന്റെ എന്തോ ഭാഗ്യത്തിന് 2 പിള്ളേർക്ക് നിറം ഉണ്ടായി. അതുപോലെ ഇനിയിപ്പോ ഉണ്ടാകണമെന്നുണ്ടോ? അതുകൊണ്ടിട്ടാ. മകന് പിള്ളേരുണ്ടാകുമ്പോൾ ആരോഗ്യമുള്ള പിള്ളേരുണ്ടാകണമെന്ന് പ്രാർത്ഥിക്ക്. ഒരു അംഗവൈകല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല പിള്ളേരെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. അല്ലാണ്ട് കറുപ്പും വെളുപ്പും കിട്ടണമെന്നാണോ പ്രാർത്ഥിക്കേണ്ടത്? ശരി ദൈവമേ, നിങ്ങൾ ആ ചെറുക്കന്റെ ഭാവി കളയരുത്. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരെ കിട്ടാനില്ല. എത്രയോ പേരാണ് കല്യാണം കഴിയാതെ നിൽക്കുന്നതെന്ന് അറിയാവോ? പെൺപിള്ളേരില്ല. ഉള്ള പെൺപിള്ളേരാണെങ്കിൽ ഓരോ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രേമമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പഠിക്കുമ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ലാത്ത പെൺപിള്ളേർ കുറച്ചേ ഉള്ളന്നേ. നിങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രായം കഴിഞ്ഞു പോയി പിന്നെ അവരെ കല്യാണം നടക്കിയല്ല, ഞാൻ പറഞ്ഞേക്കാം. ഇതിപ്പോ വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞും പോയി. ഇനിയും നീ പറഞ്ഞ പോലെ ഒന്ന് സംസാരിച്ച് നോക്കാം. ചെറുക്കനെ 33 വയസ്സായില്ലേ. അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം. അവരെ വിളിച്ചു നോക്ക്. നടന്നാ നടന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ പോട്ടെ. ഒന്ന് വിളിച്ചു നോക്കാലോ അവരെ. ഇതിപ്പോ ചെറുക്കന് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിനക്കെന്നാന്നേ പ്രശ്നം? എന്നാന്നേ? അവന് ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. എനിക്കതല്ല, ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടേ ഇനിയിപ്പോ അവർക്കൊരു ദേഷ്യമായി കാണുമോന്നാ. എന്നാലും പറഞ്ഞു നോക്കാല്ലേ. നീ പറയുമ്പോഴേ എനിക്കൊരു ആദി കേറുന്നതേ. ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇതിപ്പോ കറുത്താണേലും കുഴപ്പമൊന്നുമില്ല.
ഓ എനിക്ക് ഈ നിറത്തിന്റെ പേരിൽ എനിക്ക് ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹുഫ്.